എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇന്നെന്താന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിലേ, ഞാൻ ഈ അടക്കള ഇവിടെ ഇങ്ങനെ ടിന്നുകള് കാര്യങ്ങളൊന്നും നല്ല ഭംഗിയിലുള്ളത് പല വീഡിയോകളിലും കാണാറില്ലേ നമ്മള്, നല്ല ഭംഗിയുള്ള ടിന്ന് നല്ലതൊക്കെ. അപ്പൊ അന്ന് ഞാൻ ടിന്ന് മേടിച്ചത് നിങ്ങൾക്ക് അറിയാലോ. ഞാൻ അത്ര ഭംഗിയുള്ളതൊന്നും മേടിച്ചില്ല കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്തു മാറ്റിയിട്ട് വേറെ മേടിക്കാലോ. ഇതിനാകെ ഈ 6 ടിന്നിന് 120 രൂപ ആയിട്ടുള്ളൂ. അപ്പൊ ഞാൻ എൻ്റെ ഒരു കുറെ അലവലാതി ടിന്നോളൊക്കെ ഇരിക്കില്ലേ, കുട്ടി കൂടിയൊക്കെ ആയിട്ടുള്ളത്, കുറേ കാലങ്ങൾ പഴക്കമുള്ളതൊക്കെ എൻ്റെ സുഹൃത്തുക്കളായിട്ട് അവരൊക്കെ ഇത് എൻ്റെ മസാല ഇട്ട് വെക്കുന്നത് എന്താ ഒക്കെ കഴിഞ്ഞിരിക്കുക. പിന്നെ എല്ലാ സാധനങ്ങളും തീർന്നിരിക്കുക. അപ്പൊ മോള് വരികയല്ലേ, അപ്പൊ എല്ലാ സാധനങ്ങളും ഒത്തിരി മക്കള് വരുമ്പോ ഒന്ന് അവരാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായിട്ടാ വരുന്നത് വീട്ടിൽ നിൽക്കാനായിട്ട്. ഉണ്ണിമോളെ ഗർഭമുണ്ടായിരുന്നിട്ട് 7ാം മാസത്തിൽ നമ്മൾ കൊണ്ടുവന്നില്ലേ, പിന്നെ ഞാൻ വിട്ടില്ല അങ്ങോട്ട്. എനിക്ക് നിർബന്ധമായിരുന്നു ഈ പ്രസവം കഴിഞ്ഞിട്ട് പോയാൽ മതി. അങ്ങനെ കുറച്ച് നാളാൾ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ നിന്നിട്ടുണ്ട്. ഒരു 3-4 മാസം നിന്നിട്ടുണ്ട്. തിമിർത്തും ഇവിടെ തന്നെയായിരുന്നു. 7ാം മാസത്തിന് ശേഷം പിന്നെ അങ്ങോട്ട് ഒരു തിരിച്ചു പോയിട്ട് പിന്നെ 9ലൊക്കെ കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ട്. അതൊന്നും ഉണ്ടായില്ല. അപ്പോ അതിന് ശേഷം പിന്നെ മാളു അറിയാലോ, അതെ, ശ്രീകുട്ടനെ പ്രസവിക്കാൻ കുറച്ച് നാള്. മാളു പിന്നെ തൊട്ടും പിടിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് നിന്നത്. ഈ കട തുടങ്ങല് അതൊക്കെ ആ സമയത്തല്ലായിരുന്നേ, തലൂരത്തെ കട തുടങ്ങലൊക്കെ. അപ്പൊ അതൊക്കെ എൻ്റെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കണ്ടുപോകുന്നവർക്കല്ലേ ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ഇത് അവിടെ നിന്ന് ഏത് മോള് എന്തിട്ട് പ്രസവം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ആൾക്കാര്. അപ്പൊ ഞാൻ എൻ്റെ 2ാമത്തെ മോളുടെയും 3ാമത്തെ മോളുടെയും കാര്യമാണ് കേട്ടാ പറയുന്നത്. അപ്പൊ അവരിവിടെ വന്ന് നിൽക്കാൻ പോവാണ്. അപ്പൊ ആ സന്തോഷത്തിലാണ് എന്നേക്കാൾ കൂടുതൽ സന്തോഷം അച്ഛനാട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ സാധനങ്ങളൊക്കെ തീർന്നിരിക്കുക. അപ്പൊ അത് ഒക്കെ ഫുള്ളാക്കുന്നതോടുകൂടി ടിന്നോളൊക്കെ അലവലൻസ് പിടിച്ച ടിന്നോളൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ആക്കാം എന്ന് വിചാരിച്ചു. ഇത്തിരി ഒരു ഭംഗിയിലാക്കാം. അപ്പൊ ഇതിന്റെ പെയിന്റ് ഒക്കെ ഒന്ന് കുറേ സ്ഥലത്ത് ഇത് ഇവിടെയൊക്കെ കണ്ട അതൊക്കെ ശരിക്കും പറയണെങ്കിൽ പോയി. ഇത് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ ഒന്ന് അടച്ചിട്ട് നല്ല ഭംഗിയാക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ ഒക്കെ പോയിരിക്കട്ടാ. അപ്പൊ ആകെ പൊളിഞ്ഞ ദൈവമേ, ഇത് ആകെ പൊളിഞ്ഞല്ലോ. വളമാരിയൊക്കെ മാറ്റേണ്ടി വരാവോ? ഇത് ആകെ പുലിവലായിട്ടാ. ഞാൻ വെറുതെ ഒന്ന് പൊളിച്ചു നോക്കിയതാ. അപ്പിന്റെ റൊക്കെ ഇങ്ങോട്ട് പൊരിഞ്ഞ്. അപ്പൊ ഇവിടെ സിമെന്റ് വെക്കന്നെ വേണം, അല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല കേട്ടാ. സിമെന്റും മണലും കൂടി ഒന്ന് ഇവിടെ വെച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് വേണ്ടി വരും അടയ്ക്കാൻ. അപ്പൊ എന്തായാലും അതുപോലെ ഇവിടെ ഇതിന്റെ ഉള്ളൊക്കെ അങ്ങനെയാ. ഇത് മരത്തിന്റെ അളമാരിയാ. അതായത് എൻ്റെ അമ്മ എനിക്ക് ഇവിടെ ഈ വീട് പണിയുന്ന സമയത്ത്, ഈ വീടൊക്കെ പണിയാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടാട്ടാ പണിതിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഈ അവിടെന്ന് ഈ പഴയ അലമാരകളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു വീട് പൊളിക്കുമ്പോ ഒക്കെ വലിയ നല്ല നല്ല പഴയ വീടുകളൊക്കെ പൊളിക്കുമ്പോ അലമാരയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ മേച്ചേരിക്കാരെന്ന് പറഞ്ഞിട്ടൊരു അമ്മൂമ്മിന്റെ അവിടെ, മേച്ചേരിക്കാർ നമ്മുടെ ചേലക്കോട്ടുകാർ എൻ്റെ വീടിന്റെ അടുത്താ. അപ്പൊ അമ്മ അവരുടെ വീട് പൊളിച്ചപ്പോ അതിലുണ്ടായിരുന്ന അലമാര ഇങ്ങിട്ട് മേടിച്ചു കൊണ്ടുവന്ന് തന്നതായിരിക്കും. ഈ മരങ്ങൾ മുഴുവനും അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നതാട്ടോ എൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ മരങ്ങളൊക്കെ ഇതിന്റെ വലിയ കുഴപ്പമില്ലാത്ത മരങ്ങളാണ്. ഇത്ര നാളെത്തിയിട്ടും അത് കൊണ്ടാണ് നമ്മൾ ഈ 32 കൊല്ലെത്തിയിട്ടും ഈ വീട് പൊളിച്ചു വേയാണ്ടിരിക്കുന്നത്. ആ മരത്തിന്റെ ഒരു ഗുണം തന്നെയാണ് എൻ്റെ അമ്മ ചെയ്ത പുണ്യപ്രവൃത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അന്ന് ഒരേ കാര്യങ്ങളും എൻ്റെ അമ്മയ്ക്ക് അന്ന് അത്രേ ചെയ്യാണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിന് പറ്റാവുന്നതിന്റെ പരമാവധി അത് എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട്. പഴയ മരങ്ങൾ മേടിച്ചു കൊണ്ടുവന്ന് തന്നിട്ടുള്ളതും പഴയ കല്ലുകൾ വാങ്ങിച്ചു കൊണ്ടുവന്ന് തന്നിട്ടുള്ളതും ഒക്കെ എൻ്റെ അമ്മയാണ്. അപ്പൊ അതുപോലെ അന്ന് വെച്ചിട്ടുള്ള അളമാരിയത്. അപ്പൊ നമ്മളാണെങ്കിലോ ഈ ചുമരുകൾ ഉണ്ടല്ലോ, ഈ ചുമരൊക്കെ നമ്മളിവിടെ മണ്ണ് കുഴച്ച് കട്ടയുണ്ടാക്കി ആ കട്ട കൊണ്ടാണ് നമ്മളിത് ഇവിടെയൊക്കെ പണിതിരിക്കുന്നത് കുറെയൊക്കെ. അപ്പൊ ആ മണ്ണ് കട്ട എന്ന് പറയുമ്പോൾ വേവാത്ത കട്ടയാണല്ലോ. ആ കട്ടയിൽ നിന്ന് പെട്ടെന്ന് ചെതലൊക്കെ ഇങ്ങനെ കയറും. ഇവിടേക്കൊക്കെ ഇങ്ങനെ കയറി. മരമുള്ളത് സ്ലാബ് വാർത്തിട്ടിരിക്കുന്നതല്ലോ, ആ മരത്തിന്റെ അത് ഒക്കെ ഈ ചെതല് പെട്ടെന്ന് തിന്നാനുള്ള ഒരു സൗകര്യം ഉണ്ട്. അങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ പോയത്. അച്ഛൻ കുറെ അവിടെ ഇവിടെയൊക്കെ പെയിന്റും അതും ഇതൊക്കെ തേച്ച് പിടിപ്പിച്ചെന്ന് ഓരോ പ്രാവശ്യം പെയിന്റ് അടിക്കുമ്പോഴും അതിനെ കുട്ടപ്പനാക്കി തരും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഇത് ഇങ്ങനെ ഹോളുകളൊക്കെ അടയ്ക്കാനുള്ള പെയിന്റും കാര്യങ്ങളും. ആ പെയിന്റ് അല്ല, ഒരു പൊടി, അത് നമ്മൾ പുട്ടിപ്പൊടി എന്ന് പറയും, അത് മേടിച്ചിട്ടുണ്ട്. അതൊക്കെ അടച്ച് ക്ലീൻ ചെയ്ത്
നല്ല പെയിൻ്റൊക്കെ അടിച്ച് ഇതിനൊന്ന് മാറ്റിയെടുക്കലാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ അങ്ങനെയാണ്. അതുപോലെ തന്നെ സുജമോളുടെ വീടും ഇതേപോലത്തെ അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെതല് പിടിച്ച് അലമാരകളായാലും മേപ്പരയായാലും ഒക്കെ ചെതല് പിടിച്ച് അത് 1-2 വട്ടമൊക്കെ പൊളിച്ചു മേഞ്ഞിട്ടൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊക്കെ ചെതല. അങ്ങനെ അതൊക്കെ ചെയ്ത് അത് ഒന്നിനും പറ്റാത്തത് കൊണ്ടാണ് ഇപ്പൊ അത് പൊളിച്ചു മേയുന്നത്. മേഞ്ഞിട്ട് കാര്യമില്ല. ഇനി അത് പൊളിച്ചൊരു ചെറുതായിട്ട്. അപ്പൊ എൻ്റെ അമ്മ ചെയ്ത പോലെ തന്നെ അച്ഛനും അമ്മയും സുജമോൾക്ക് വേണ്ടുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അവരെ അങ്ങനെ ഇങ്ങോട്ട് ഒരു വീടാക്കി കൊടുക്കാൻ നമ്മൾ നന്നായി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം കൂടി അതിന് സഹായിക്കണം. ഇതുവരെ പറ്റിയിട്ടില്ല കുറേ നാൾ. പക്ഷെ അത് ഇങ്ങോട്ട് അടുക്കണില്ല. അങ്ങോട്ട് അതിന് 100 കൂട്ടം കാര്യങ്ങളാണ്. നികുതി അടച്ചത്, അത് മേടിക്കല്, വില്ലേജിൽ കൊണ്ടുവരല്. നമുക്ക് കാശുണ്ടെന്ന് വിചാരിച്ചാലും ചിലപ്പോ നമ്മൾക്ക് ആ സ്ഥലത്ത് വീട് പണിയാൻ അതിനൊരു യോഗം എന്നുള്ളത് എല്ലാവരും വയസ്സായവരൊക്കെ പറയും ഒക്കെ കല്യാണവും വീട് പണിയൊക്കെ ഒരു യോഗ എന്ന് പറയുമ്പോ നമ്മൾക്ക് ഞാൻ വിചാരിക്കാറുണ്ട് അതങ്ങോട്ട് നമ്മള് ശ്രമിച്ചാൽ അങ്ങോട്ട് ആവില്ലേ എന്നൊക്കെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ യോഗ തന്നെയാട്ടത്. എത്ര ശ്രമിച്ചാലും അത് അങ്ങോട്ട് എത്തണമെങ്കിൽ അതിന്റെ ഒരു ഇതിലേക്ക് നമ്മൾ പോണം. നോക്ക് ചേട്ടാ, ഇവിടെ ഞാൻ വെറുതെ തൊട്ടതാ. അതെ അങ്ങനെ തന്നെ പൊളിഞ്ഞിങ്ങോട്ട് വീഴുന്നു. ചെറുതെല്ലാം അവിടെയൊക്കെ നിറയെ കണ്ടാ. ഇതിലിനി സിമെന്റ് വെക്കേണ്ടി വരൂല്ലേ? ഓ തകയല്ല ചേട്ടാ, അത് വലിയ ഹോളായില്ലേ. ശരിക്കും കാണണ്ടായില്ല ചേട്ടാ വീഡിയോയില്. ഇത് കണ്ട ഞാനിത് അവിടെ തട്ടിട്ടു. കുഞ്ഞു കുഞ്ഞു ചെതിലുകളാ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന്റെ ഉള്ളിലത്തെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ക്ലീൻ ആക്കാം. സൈഡും ആ ഫ്രണ്ടിലത്തെ 2-3 എണ്ണല്ലേ അതും നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ എന്നെ ചോദിക്കും, അമ്മയ്ക്ക് അതൊക്കെ പൊളിച്ചു കളഞ്ഞൊരു നല്ല വീട് പണിതുകൂടെയെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് തന്നെയായിരുന്നു കേട്ടോ ഒരു നല്ല വീട് പണിയുന്നൊക്കെ. പക്ഷെ ഇതിനേക്കാട്ടും ബുദ്ധിമുട്ടിലാണ് ഇപ്പൊ സുജമോളുടെ വീട് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഇതിനും മോശമാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനൊരു തീരുമാനത്തിലെത്തി, ഇനി മോളുടെ വീട് പണിയും കൂടി കഴിയട്ടെ. എന്നിട്ട് ഇതൊക്കെ പൊളിച്ചു കളഞ്ഞേ ഒരു റൂമായാലും ഒരു ടെറസ് വീട് വാർത്തിട്ട് ചെതലൊന്നും വരാത്തത് പറഞ്ഞാൽ ഇനിയിപ്പോ ചെതല് ഇപ്പൊ അച്ഛൻ അവിടെ കയറി തട്ടി ചേട്ടാ ഇവിടെ കയറി തട്ടി ചേട്ടാ എന്നൊക്കെ പറയുമ്പോ അത് കയറി എങ്ങനെയെങ്കിലും ഒക്കെ തട്ടി വെടുപ്പാക്കും. ഇനി കുറച്ചും കൂടി കഴിയുമ്പോൾ അതിനൊന്നും പറ്റാത്തുണ്ടാവുമല്ലോ. ഞങ്ങൾ രണ്ടാളും തനിച്ചാണല്ലോ. അപ്പോൾ അത് ചെതൽ തട്ടാനൊക്കെ പറ്റാണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൃത്തികേടും ചെതലൊക്കെ ആയിട്ടിരിക്കുക. നമ്മളിപ്പോൾ വൃത്തികേടുകളൊന്നുമില്ല, ഒക്കെ അച്ഛൻ ക്ലീനാക്കി തരും. അപ്പോൾ ചെതലിൻ്റെ മരുന്നടിക്കും, അല്ലെങ്കിൽ ചാഴിപ്പൊടി ബ്രഷ് ചെയ്ത് കൊടുക്കും, മണ്ണെണ്ണയിൽ കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ നമ്മളതൊക്കെ കളയാറുണ്ട്. അപ്പം അതിനൊന്നും പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമ്മൾ ഇത് ചെറുത് നമുക്ക് പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ തന്നെ എടുക്കാം. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഉള്ളത് നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഒരു ചെറിയ സഹായം സുജമോളെ ഒന്ന് ഒരു വീട് നിരത്തി പൊന്നിച്ചു കൊണ്ടുവരണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ആഗ്രഹം. അപ്പോൾ ആ വഴി കൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഉള്ളത് നമുക്കിങ്ങനെ ജീവിക്കണ്ടേ. അപ്പോൾ അഡ്ജസ്റ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ അങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വീണ്ടും ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ അച്ഛൻ്റെ പണിയാണ് കേട്ടത്. ഓട്ടടച്ച് തരല് വലിയ ഹോളായിട്ട് എടുക്കല്ലേ. അപ്പോൾ അതൊന്ന് അടച്ച് ക്ലീനാക്കി തരും വെച്ചപ്പോൾ. അല്ല മറ്റേ മെഴുക്കോലൊന്നും ഇല്ലല്ലോ ചേട്ടാ, ഒക്കെ പണി സ്ഥലത്തൊക്കെയാണ്. അതല്ല അത് സിമെന്റ് വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടാ കൃത്യമായിട്ട്. അത് ഇനി പെയിന്റ് അടിക്കുമ്പോൾ ശരി. അപ്പോൾ അടുത്തത് അച്ഛൻ ചെയ്യാൻ പോണത് നിന്നിട്ടാ പുട്ടിപ്പൊടി, ഏഷ്യൻ പെയിന്റിൻ്റെയാണ്. പുട്ടുപൊടിയല്ല പുട്ടി. അപ്പോൾ അത് നമുക്ക് അത് വെള്ളത്തിൽ തന്നെയല്ലേ? വെള്ളത്തിൽ. അപ്പോൾ പുട്ടി പൊടി വെറുതെ പച്ചവെള്ളത്തിൽ
ബ്ലേഡ് എടുത്തതിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ വീട് പണിയൊക്കെ കഴിയുമ്പോൾ പുട്ടിയടിക്കുക എന്ന് പറയുന്നത് അല്ലേ ചേട്ടാ? കുഞ്ഞു കുഞ്ഞു ഹോളൊക്കെ ഇതാവാൻ നല്ല ഭംഗി ഫിനിഷിങ് വരെ. ആകെ വെള്ള കളർ ഔത്തോട്ടില്ല ചേട്ടാ. വലിയ പത്തുകളാണ്. ആദ്യം കുറച്ച് ഈശൊക്കെ തേച്ചിട്ടുണ്ടായി, പക്ഷെ അത് ഹോള് ഫുള്ളടഞ്ഞിണ്ടായില്ല അല്ലേ ചേട്ടാ? പകുതി ഉള്ളതുകൊണ്ട് ഒപ്പിച്ചതാ വന്നേ. സിമെന്റ് ഇട്ട് കൊടുത്ത് ഉണങ്ങണല്ലേ ചേട്ടാ? ഇതവിടെ ഒഴിച്ചുകൊണ്ട് അപ്പം നിങ്ങൾ അച്ഛൻ്റെ അടിവശം ഫുള്ളായിട്ട് അങ്ങോട്ട് കവർ ചെയ്ത് വിട്ടാ വൈറ്റ് സിമെന്റ് കൊണ്ട്. അല്ല, വൈറ്റ് സിമെന്റ് അല്ല, പുട്ടിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നോക്കി നോക്കാം, ഒന്ന് ഉരച്ച് ഉണങ്ങട്ടെ. നമ്മൾ ഇവിടെ ഇതൊക്കെ ഇങ്ങനെ പുട്ടിയൊക്കെ തേച്ച് വെച്ചു, പക്ഷെ അത് ഉണങ്ങിയിട്ടില്ല. ഇവിടെ ഉണങ്ങി, ഈ സിമെന്റ് തേച്ച സ്ഥലം പിളുപിളുന്ന ഉണങ്ങിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പെയിന്റ് അടിക്കണുള്ളൂ. ഒരുമിച്ച് അടിക്കാല്ലേ, അതായത് പകുതി അടിച്ച് നിർത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ കുറേ ടിന്നുകൾ കൂടി ഇരിക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കിയിട്ട് കുറേ സാധനങ്ങൾ പൊടിച്ച് വെക്കാണ്ട് അതൊക്കെ ഒന്ന് പൊടിച്ച് ശരിയാക്കിയിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം നാളെ നമുക്ക് പെയിന്റ് അടിക്കാമല്ലോ. അപ്പോഴേക്കും മറ്റുള്ള പണികളൊന്ന് കഴിച്ചു വെച്ചാൽ പെട്ടെന്ന് എനിക്കിതിവിടെ സാധനങ്ങളില്ലാണ്ട് അടുക്കളയിൽ അവിടെ ഇവിടെയൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു അളമാരിയുള്ളത് വലിയ ഉപകാരമാട്ടാ. എല്ലാം ഓടി വന്ന് ഇങ്ങനെ എടുക്കാനായിട്ടേ. അടുപ്പനങ്ങി അപ്പുറത്ത് അത് നല്ല സൗകര്യമാണ്. ഇതിന് അടപ്പും ഇതൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഓപ്പണായിട്ട് കിടക്കുന്നത് കൊണ്ട് പെട്ടെന്ന് എടുത്ത് ചെയ്യാനായിട്ടുള്ള ഒരു സ്പീഡിനനുസരിച്ച് ചെയ്യാൻ. വൃത്തിയൊക്കെ ഇത്തിരി കുറവാകും, തുറന്നൊക്കെ ഇങ്ങനെ കിടക്കണ കാരണം നല്ല ഭംഗിയില്ല. നമ്മുടെ വീടിന് അത് മതിയല്ലോ, പിന്നെ അത്രയ്ക്കുള്ള ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് പഴയ വീടുകൾക്കൊക്കെ ഇങ്ങനെ ഒരു അലമാര ഉറപ്പായിട്ടുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ വലിയ വീടുകളിലൊക്കെ ഇതേപോലെ കബോർഡ് വർക്കും ഇതൊക്കെ ചെയ്തിട്ടുള്ളതായിരിക്കും. സാധാരണ വീടുകളിലൊക്കെ ഇങ്ങനെ ഒരു സ്ഥലം എപ്പോഴും ഉണ്ടാവും. അടുപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു അലമാരിൻ്റെ, അതിലാണ് ഉപ്പും മുളക് സാധനങ്ങളൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു അലമാര വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ അവിടെ എപ്പോഴും അത് തന്നെയാണ്. അപ്പോൾ ഇപ്പം മാളിൻ്റെ അടുത്തൊക്കെ ചെല്ലുകയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ അടച്ചു വെച്ചിട്ടുള്ള എന്താ പറയുക, കബോർഡ് വർക്ക് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളായതുകൊണ്ടേ ഒക്കെ നമുക്ക് തുറന്ന് നോക്കി ഇതിങ്ങനെ നോക്കിയാൽ ഏത് സാധനം ഇവിടെ ഇരിക്കുന്നേ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സമയം ദേഷ്യം വരില്ല നമുക്ക്. മറ്റേത് ഒരെണ്ണം എടുത്ത് നോക്കുമ്പോൾ അതിലുണ്ടാവില്ല, പിന്നത്തേലെടുത്ത് നോക്കുമ്പോൾ അതിലുണ്ടാവില്ല. അങ്ങനെ അവിടെ 10-12 അങ്ങാണ്ട് 15 അങ്ങാണ്ടുണ്ട് ഓരോ ഡോറുകൾ ഉള്ള കബോർഡുകൾ. അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കണം. അവർക്കറിയാട്ടാ, ഞാൻ വല്ലപ്പോഴും ചെല്ലണ കാരണമാണ് കേട്ടാ അറിയാത്തത്. അപ്പോൾ ഇതിപ്പോൾ ആരും അറിയുന്നവർ വന്നാലും അറിയാത്തവർ വന്നാലും സുഖ എവിടെയുള്ളത് വെച്ച് പെട്ടെന്ന് തപ്പിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് അതിലേക്കൊന്ന് പോയാലോ, പൊടിച്ച് വെക്കാം. കുറേ സാധനങ്ങൾ പൊടിക്കാണ്ട്, അതിൻ്റെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞിരിക്കല്ലേ. ഞാൻ പറഞ്ഞിട്ടില്ലേ, കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറയുന്നത് പിച്ചത്തരാട് പറയരുത്. ഒക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നെ ഇല്ലാണ്ടോ മേടിക്കാണ്ടോ ഒന്നല്ല കേട്ടാ, മേടിച്ച് അവിടെ കുറേ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് നല്ലൊന്ന് ഭംഗിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇടാണ്ട് വെച്ചോക്കാണ്. ഒക്കെ അതിൻ്റെ ഇതിൽ പിന്നെ പൊടിക്കാത്ത സാധനങ്ങളുണ്ട്, മസാലകൾ, അതൊക്കെ ഒന്ന് പൊടിക്കാം നമുക്ക്. അപ്പം അതിലേക്ക് പോവാം. അപ്പം ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങുമ്പോൾ ഇരിക്കാണ്ട് കയറ്റി വെക്കല്ലേ വേണ്ടു. ഞാനിന്നേ എൻ്റെ പുതിയ മിക്സി എടുത്തിട്ടുണ്ട് കേട്ടാ. ഇതെനിക്ക് എൻ്റെ ഒരു എന്തെന്നാ പറയാന്ന് എനിക്കറിയില്ല. എൻ്റെ മോളെന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ അനിയത്തി എന്ന് പറയാം, അല്ലെങ്കിൽ എൻ്റെ ആരും അല്ലാത്ത ഒരാളെന്ന് വേണമെങ്കിലും പറയാം. എന്നെ അത്രയ്ക്കധികം സ്നേഹിക്കുന്ന ഒരാൾ എനിക്ക് അയച്ചു തന്നതായി മിക്സി. കുറേ നാൾ മുന്നേ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഒരു 2 വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഇപ്പോൾ അയച്ചു തന്നിട്ട്. പക്ഷെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല. മറ്റേതും പ്രീതി തന്നെയാണ് മിക്സി, അത് കേട് വന്നിട്ടില്ലേ. അപ്പം ഞാനിത് എടുക്കാനായിട്ട് എനിക്കൊരു വിഷമമാണ്. അപ്പോൾ ഇപ്പം ഞാനത് എടുത്തു. എന്തായാലും മറ്റേൻ്റെ ജാർ ഇത്തിരി ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. ഇതിൽ പൊടിയൊന്ന് വിചാരിക്കണു. അപ്പം ഞാനാ കേടാ ഇതിങ്ങനെ എടുത്തപ്പോഴേ എനിക്ക് ആട്ടുംകുട്ടികൾക്ക് അല പൊട്ടിച്ചിരുന്ന പോലെ എനിക്ക് തോന്നിയേ. ഇത് എന്തിൻ്റെ കറുകപ്പെട്ടരല്ലയാ. അപ്പം അത് എനിക്ക് അങ്ങനെ തോന്നി. കുഞ്ഞിതാക്കിയിട്ട് ഞാൻ അച്ഛനും കൂടി പൊട്ടിച്ചിട്ട് കൊടുക്കും അവർക്ക്.
അപ്പോൾ ഒരു കുഞ്ഞിയ കുട്ടികളാകുമ്പോൾ ഒക്കെ തിന്നുകയും. അപ്പോൾ ഞാൻ അതുപോലെ പൊട്ടിച്ചിട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ ഇത് നമ്മുടെ വെള്ള കുരുമുളക് കണ്ട വെളുത്തെടുത്തതാ കുരുമുളക് പൊടി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇത്തിരി അധികം പൊടിച്ചു വയ്ക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഒരു 1/2 കിലോനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുറേ നാത്തിക്കായല്ലോ. അപ്പോൾ അത് പിന്നെ മുളക് കുത്തുമുളകില്ലേ അതും കൂടി പൊടിക്കണം. അപ്പോൾ ഇത് നമുക്ക് പൊടിച്ചെടുക്കാം. ഞാനേ ഓനെ വറുത്തൊന്നും ചൂടാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഇത്തിരി വിഷമം ഉണ്ടാവും പൊടിയാൻ. അപ്പോൾ ഞാൻ പൊടിച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒന്ന് വെയിലത്ത് വെച്ച് നല്ല വെയിലുള്ളപ്പോൾ നമ്മളിവിടെ ഉള്ളപ്പോഴാണ് നമുക്കത് വെയിലത്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആവുമ്പോൾ. പിന്നെ കുറേയൊക്കെ മറ്റുള്ളവരെ ആശ്രയിക്കണം വെയിലത്ത് വെക്കുമ്പോഴേ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചകളിലൊക്കെ ഞാൻ ഒന്നെടുത്ത് വെയിലത്ത് വെക്കും, പരത്തി വെക്കും. ഇനി മസാലയുടെ മണം വേറെ കായാലോ. കുരുമുളക് ഇതിൽ പൊടിയോ ആവോ നോക്കട്ടെ. സൂപ്പറായിട്ട് പൊടിഞ്ഞു കേട്ടോ. എനിക്ക് നല്ല പൊടിയായിരിക്കണേ. അപ്പോൾ അതെ കുരുമുളക് പൊടിച്ചെടുത്തു കണ്ട. ഇത് ഇത്തിരി കറുപ്പ് കളറ് കുറവില്ലേ, അത് ഞാൻ അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞു ഉണക്കി എടുക്കുന്നതാണേ. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. ഇനി കുറച്ചേ ഏലക്കായാണ്. ചായയിൽ ഞാൻ എന്നും ഏലക്കായ ഇട്ടിട്ട് കുറച്ചധികം ആക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ കുരുമുളക് പൊടിച്ചേല ഇത്തിരി എരും കൂടി ഉണ്ടായിക്കോട്ടെ ചായക്ക്, കുഴപ്പമില്ല. ഇതൊന്നും പൊടിഞ്ഞില്ല കേട്ടോ. നമുക്ക് എടുത്ത് കളയാം. നമുക്കത് വേണ്ട. തൊലി ഉണ്ടായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനത് ഇടാറില്ല. മറ്റേതിടാണെങ്കിൽ ചിലപ്പോൾ എല്ലാം പൊടിയും കേട്ടോ. ഈ ജാറിലിട്ട് നോക്കട്ടെ. അപ്പോൾ എല്ലാം പൊടിയൊന്ന് നോക്കാം. കുറച്ച് ചായയിലും കൂടിയിട്ട് പൊടിച്ചോട്ടെ. അപ്പോൾ ചിലപ്പോൾ പൊടിഞ്ഞാലോ. ആ നന്നായി പൊടിഞ്ഞു കേട്ടാ, നന്നായി പൊടിഞ്ഞു. ദേ കണ്ട, അതെനിക്കിഷ്ടമായി. അപ്പോൾ ചായല എല്ലാം കൂട്ടി അങ്ങോട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. എന്നിട്ട് അങ്ങോട്ട് ഒന്ന് മിക്സ് ചെയ്യാതെ. ചായല കുറേ നാളത്തേക്കായിട്ടാ മൂക്കിലേക്ക് കയറി പോയിന്നുണ്ട് മണത്തപ്പോൾ. ഇനി നമുക്കേ മുളക് വേണ്ട, ഇതൊന്ന് പൊടിച്ചെടുത്താലോ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തുമുളക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമല്ലേ. അപ്പോൾ ഇത് അച്ഛൻ ഞെട്ടിയൊക്കെ പൊട്ടിച്ച് ഉണക്കി വെച്ചതാട്ടോ. അച്ഛൻ ഒഴിവുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും കേട്ടോ. ഇത് ഞാനേ വലിയ ജാറിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉപ്പേരിക്കൊക്കെ ആവുമ്പോൾ മസാലയുടെ മണവും ആ മണം ഈ മണം ഏലക്കായയുടെ മണമൊക്കെ ഇഷ്ടമുണ്ടാവില്ലേ. ഓ നന്നായി പൊടിഞ്ഞു കേട്ടാ. അടുത്തത് നമുക്ക് ഇത്ര പൊടിക്കണ്ട. ആ കുഴപ്പമില്ല. നല്ല ചുമയുണ്ട് എനിക്ക്. ചുമയില്ല, ഈ മുളക് എടുത്തപ്പോൾ ചുമ വന്നതാ. നമുക്ക് ഓരോന്നോരോന്ന് അങ്ങോട്ട് ടിന്നുകളിലേക്ക് അങ്ങോട്ട് ആക്കാം. എല്ലാ ടിന്നും ഒരുപോലെ ആയ കാരണേ പേരെഴുതി ഒപ്പിക്കേണ്ടി വരും. എനിക്ക് ടീസ്പൂണോട് കണ്ടുപിടിക്കണം കേട്ടോ. ഞാൻ ഇവിടെ മുഴുവൻ മിളക് അത് നമുക്ക് ഒരെണ്ണത്തിലിട്ട് വയ്ക്കാം. അത് അത്യാവശ്യമുള്ള സാധനമാണ്. ഇതൊക്കെ നമ്മൾ ഞെട്ടിയൊക്കെ കളഞ്ഞ് അച്ഛൻ ക്ലീനാക്കി വെച്ച് നോക്കണത് കേട്ടാ. അച്ഛന് ഇടയ്ക്ക് ചില ദിവസങ്ങളിലൊക്കെ പണി മുടക്കുണ്ടാവേ. അപ്പം അച്ഛൻ വെയിലുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും. നാളികേരാട്ടിലാണ് പാടെ മെയിൻ പണി. പാവം അതൊക്കെ വെട്ടി പൊളിച്ച് വെച്ച് ചീത്തയാക്കാണ്ട് തേങ്ങ അടുപ്പുമ്പോൾ വെച്ച് അടുപ്പിൻ്റെ മുകളിൽ വെച്ച് പുക വിറക് കത്തിച്ച് ഒക്കെ ശരിയാക്കി വയ്ക്കുന്നത്. എന്നിട്ട് മക്കൾക്ക് കൊണ്ട് കൊടുക്കും. ഒരുപാട് പണിയുണ്ട് ഈ കൊപ്ര ഉണക്കി ഇതാക്കാനായിട്ടേ. ഇപ്പോൾ മുളക് കൊണ്ടുവന്നു കടയിൽ നിന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാലും ഉണക്കി അത് ഞെട്ടിയൊക്കെ കളഞ്ഞ് അത് പച്ചമുളകല്ലേ കുറേ ദിവസം പിടിക്കും ഉണങ്ങാനായിട്ട്. നല്ല വെയിലുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വെയിൽ ചൂവില്ലാത്ത വെയിലാണ്. ഇടയ്ക്ക് മഴ ഇടയ്ക്ക് വെയിൽ പിന്നെ മങ്ങി നിൽക്കും അങ്ങനെയൊക്കെ. എന്നാലും അതൊക്കെ ഉണക്കി വെയിലുള്ളോട്ടേക്ക് മാറ്റി വെച്ച് അതൊക്കെ ഉണക്കും. വല്ലപ്പോഴും ഒരു ദിവസമാണ് ഒഴിവ് കിട്ടുള്ളൂ. അപ്പം അതിനേക്കാട്ടും മണീൻ്റെ കൂടെ വീട്ടിൽ
പാവം തോന്നുന്നു എനിക്ക്. ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടിയ മക്കളാണ് കേട്ടോ ഏറ്റവും ഭാഗ്യമുള്ളവര് ഞാനും. പാവാ. പിന്നെ ഇത്തിരി എപ്പോഴെങ്കിലും ഒക്കെ ഇത്തിരി സ്മോളൊക്കെ ഒന്ന് കുടിക്കും. അതാണ് അത് ചെയ്യുള്ളൂ വല്ലപ്പോഴൊക്കെ. അത് പണിയൊന്നും ഇല്ലാത്ത നേരത്താണെങ്കിൽ ഒരു ആരോഗ്യം അതുകൊണ്ടില്ല. ഞാൻ എന്തെങ്കിലും ചീത്ത പറഞ്ഞെങ്കിലേ ഉള്ളൂ. ഇന്നേ വരെ എന്നെ ആള് ഒരു കാര്യത്തിന് വേണ്ടി ചീത്ത പറഞ്ഞിട്ടില്ല അച്ഛൻ. ഒരു വഴക്കാളി അല്ലെങ്കിൽ വഴക്കുള്ള ഒരു വീടൊക്കെയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്ന് സംസാരിക്കാൻ അയൽപക്കക്കാരൊക്കെ ഇവിടെ അത്രയും അടുത്തുള്ളവരാ. നമുക്കതൊന്നും പറ്റില്ല. അയ്യോ ഇത് ചാനലിൽ എന്തിരിതിലാ പറയണ്, വീട്ടിലെന്താ തരം അങ്ങനെയൊക്കെ പറയില്ലേ, അങ്ങനെയൊന്നുമില്ല. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്തിനാ ചേട്ടാ കഴിച്ചതെന്നൊക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ആൾക്ക് ഇത്തിരി കഴിച്ചിരിക്കുന്ന നേരമാണെങ്കിൽ ചിലപ്പോൾ ഇത്തിരി സൗണ്ട് പൊന്തും, അത്ര തന്നെ. അല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ സൗണ്ട് അത്രയും അടുത്ത് വീടുള്ള കാരണം ചിലപ്പോൾ ഒരു ഗണം കേൾക്കും, അത്രയ്ക്കൊക്കെ ഉള്ളൂ. അത് എന്നാലും അത്രയും നല്ല മനുഷ്യനാണ്, അത്രയും നല്ല മനുഷ്യനാണ്. മറ്റുള്ള ആളുകളെ വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ വിചാരിക്കാം എൻ്റെ ചേട്ടനാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ആളെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. അതുപോലെ തന്നെ കടയിൽ നിന്ന് കൊണ്ടുവരുന്ന കൊപ്ര, ആദ്യമൊക്കെ കുറച്ച് കൊപ്രയൊക്കെ കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമായി. ഇപ്പം അങ്ങനെയല്ലേ, കുറേ വരും ഈ കുരും പേടും കണ്ണു പൊട്ടിയതും തന്നിരുന്ന് പൊട്ടുന്നതും ഒക്കെ അങ്ങനെ വരും. അപ്പോൾ കുറേ വരും. അപ്പോൾ കളയാനായിട്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതൊക്കെ താങ്ങി പിടിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവന്ന് അതൊക്കെ വെട്ടി, മഴയാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ വിറക് രണ്ടടുപ്പത്തും കത്തിച്ച് എവിടുന്നോ പോയൊരു ഇരുമ്പിൻ്റെ ഒരു ഷീറ്റ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് ആള് ഈ ആർക്കക്കാരുടെ കയ്യിൽ നിന്ന്. അതിന് 100 രൂപയോ 150 രൂപയോ കണ്ട് അയിജാന്ന് പറഞ്ഞിട്ട് അത് വന്ന് മേടിച്ച് കൊണ്ടുവന്ന് അതിൻ്റെ മുകളിൽ വെച്ച് ഉണക്കി കൊപ്ര കുത്താനൊക്കെ ഞായിരിക്കും കേട്ടോ, ചിലപ്പോൾ അരിയാനൊക്കെ ഞായിരിക്കും എനിക്ക് നേരം ഉണ്ടെന്ന് വിചാരിച്ചാൽ. അല്ലെങ്കിൽ അത് തന്നെ ഇരുന്ന് ചെയ്യും, പരാതികളൊന്നുമില്ല ആൾക്ക്. അപ്പോൾ അതൊക്കെ ചെയ്ത് അതിന് നമ്മൾക്ക് ആകെ ഒരു തിരി വെളിച്ചെണ്ണ വേണ്ടത്. അത് രണ്ട് മക്കളിലോടേക്ക് നല്ല ഇഷ്ടമാണ് അതൊക്കെ കൊണ്ടു കൊടുക്കാൻ, ഭയങ്കര ഇഷ്ടമാണ്. എന്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാലും, ഇപ്പോൾ പെങ്ങളുടെ വീട്ടിലേക്കായാലും ചേട്ടൻ്റെ വീട്ടിലേക്കായാലും ഒക്കെ എന്ത് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞാലും ഭയങ്കര താല്പര്യമാണ് കൂടും കൊണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ആത്മബന്ധത്തിൻ്റെ ഒരു ഇഷ്ടമാണ്. അത് മഴയിൽ ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടാ, ആരും ഇങ്ങനെ പറയില്ല ആള്. എന്തെങ്കിലും ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ കേൾക്കും ചിലപ്പോൾ. അല്ലാണ്ട് അവരിങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്കും കുശുമ്പൊന്നും ഇഷ്ടമുള്ള ആളല്ല, ഞാൻ അങ്ങനെ പറയാൻ നിൽക്കില്ല. അപ്പോൾ എന്തെങ്കിലും എനിക്ക് വിഷമമുള്ളത് വന്ന് ഞാൻ അങ്ങനെ പറയും, അവരിങ്ങനെ പറഞ്ഞു ചേട്ടാ എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കും. അപ്പോൾ ചിലപ്പോൾ പറയാം അതൊന്നും സാരില്ല എന്ന് പറയും, അതൊക്കെ അത് വിട്ട് കളഞ്ഞോ ചെയ്യാന്ന് പറയും. അല്ലെങ്കിൽ ഒന്നും മിണ്ടാണ്ടിരിക്കുമ്പോൾ ചേട്ടൻ എന്തോ ഒന്നും മിണ്ടാണ്ടിരിക്കുന്നേ, എന്തെങ്കിലുമൊക്കെ ഒന്നും മിണ്ടിക്കൂടാ എന്നെ സമാധാനിപ്പിക്കാമെന്ന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്. എന്നാ ഞാൻ തൊട്ടപ്പോൾ പറയുന്നു അത്ര തന്നെ, അതിൽ അവസാനിച്ചു. അത് പിന്നെ കേട്ട് എനിക്ക് അതിങ്ങനെ ഒരു ഇതായി. എല്ലാ പഴയതും കളഞ്ഞാൽ ശരിയാവില്ലേ. കൊണ്ടാട്ടം മുളക് കണ്ട കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങൾ അച്ഛനും ഞാനും കൂടി ഉണക്കണത് കണ്ടിട്ടുണ്ടാവില്ലേ, അപ്പം അത് ഉണ്ട്. അപ്പം അത് നന്നായി ഉണങ്ങി വന്നു. അതിലേക്ക് ഒരു ഷെപ്പിലിട്ട് വയ്ക്കാം. കുറച്ച് നാളെ ഞാൻ കടയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ കുട്ടികൾക്ക് കടയിലുള്ളവർക്കൊന്ന് വറുത്ത് കൊടുക്കണ്ടേ, ഇത് കടയിലേക്ക് കൊണ്ടുപോകാം. ബാക്കിയുള്ളത് മേടിക്കുന്നതിന് ഭയങ്കര ഉപ്പ് രസമാണ്. ഇതാവുമ്പോൾ ഇത് ഉപ്പ് എങ്ങനെയുണ്ട് നോക്കിയിട്ടില്ല. അപ്പം അത് ആയില്ല. ഇനി ഇവിടെ കയ്പ്പയ്ക്കാട്ടാ ഞാൻ ചേർട്ടെ. കുറച്ചങ്ങോട്ട് കളയാൻ ചിട്ട ടിന്നിൽ സ്ഥലം ഉണ്ടാവും. മുഴുമുഴുന്ന ഇതല്ലേ ചേട്ടാ, വൈകുന്നേരമായിട്ടേക്കും അത്. ഉപ്പ് നോക്കി നോക്കിയേ, ഉരു വറുത്ത നല്ല രസം ഉണ്ടാവട്ടെ ചേട്ടാ. ഇതായിരിക്കും ഇട്ട് വയ്ക്കാം, ഇതിൽ മസാല ഇട്ട് വയ്ക്കാം. എന്നിട്ട് അപ്പോൾ അതൊക്കെ ഇട്ടു. ഇനി ഇതിൽ കുറച്ച് ചെറിയ സോയ ചങ്കില്ലേ, അത് ഞാൻ മേടിച്ചിട്ടുണ്ട്. അതൊക്കെ മേടിച്ചത് കുഞ്ഞു കേട്ടോ, ഇനിയിപ്പോൾ പഴയതില്ല, ഇനി വീണ്ടും പഴയതിൽ തന്നെ ഇടും. ഇപ്പോൾ ഉപ്പിട്ട് വയ്ക്കണ്ടേ, ഉപ്പിട്ട് വയ്ക്കാൻ ഒരു ഭരണി, ഇതെൻ്റെ മോള് വാങ്ങിച്ചു തന്ന ഭരണിയാണ്. അപ്പോൾ അതിൽ പൊടിയിപ്പിടാം, ഇതിൽ കല്ലുപ്പിടാം. ഭരണി ഞാൻ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ടേ നാൾ കുറേ അവിടെയൊക്കെ പോയി അന്വേഷിച്ചു. അപ്പോൾ ഭരണിക്കാരൊക്കെ അടച്ചു പോയിക്കാം. അപ്പോൾ ഇതിൽ ഉപ്പിട്ട് വയ്ക്കാം. ചില്ല് കുപ്പിയാണേ ഉപ്പ്, 1 കിലോ ഉപ്പ് കൃത്യമായിട്ട് അതിൽ
പൊടിപ്പായി, കല്ലുപ്പായി, മറ്റുള്ള സാധനങ്ങളായി. ഇതെന്നിട്ടെന്നറിയോ, ഒരു പ്രത്യേക സാധനം. അത് നമ്മുടെ അലമാരയിൽ തന്നെ വെക്കേണ്ട സാധനം. ചേട്ടനാണോ? തരാലേ ഉണ്ടോ? കൈ കഴുകട്ടെ. ഇതാണ് ഒറിജിനൽ തേൻ. തൻ്റെ മോള് തന്നതാ. തേനിങ്ങനെ കയ്യിലൊഴിച്ചിങ്ങനെ പ്രത്യേക ടേസ്റ്റാ. ഇത് ഞാൻ എവിടെ വെക്കുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ കുടിക്കാനൊന്നല്ല ഇടയ്ക്കിടയ്ക്ക് കേട്ടാ. പെട്ടെന്ന് കുക്കറുമ്മ കൈ കൊള്ളുമ്പോഴൊക്കെ പെട്ടെന്ന് എടുത്ത് ഇങ്ങനെ പറ്റണം. നല്ലതാട്ടാ. പെട്ടെന്ന് എടുത്ത് പറ്റിനി ആ നിമിഷം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊളക്കില്ല. കളറൊക്കെ വരും ചെറുതായിട്ട്, പിന്നെ കളർ പോവുകയും ചെയ്യും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് പറ്റണം എനിക്കത്. കൈപ്പൊള്ളലൊക്കെ ശരിക്കും നടക്കുന്ന കാര്യങ്ങളാ. അപ്പോൾ ഇത് അവിടെ ഞാൻ ഉണ്ണിമോള് വരുമ്പോൾ ഇത്തിരി കുടിച്ചോട്ടെ ഇടയ്ക്കിടയ്ക്ക്. പിന്നെ മൂത്ത് പരട്ടല്, മൂത്തൊക്കെ നല്ല തേൻ പരട്ടിയിട്ടുണ്ടെങ്കിലേ അടിപൊളിയാ. ഇത്തിരി ചെറുനാരങ്ങ നീരും ഈ തേനും കൂടി അങ്ങോട്ട് ഇവിടെ പറ്റാം. ഇതൊരു 1 മണിക്കൂർ കഴിയുമ്പോൾ കഴുകി കളയാം. സൂപ്പറാ. അല്ലെങ്കിൽ പാൽപ്പാട. ചെറുപ്പത്തിൽ ആ വക പരിപാടിയൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടാ. ഇപ്പൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ കളിയാക്കും നിങ്ങൾ. പാൽപ്പാടയൊക്കെ പറ്റി തേനൊക്കെ ഇട്ട് പറ്റി ഇങ്ങനെ ഇരിക്കും കുറേ നേരം. അപ്പോൾ പൊട്ടമണല്ലേ ഈ പാൽപ്പാടക്ക്. അടുത്തേക്ക് വരുന്നവരൊക്കെ പറയും യോ എന്നിട്ട് പൊട്ടമണാന്ന് പറയും. കുളിക്കുന്നവരെല്ലാം ഉണ്ടാവുള്ളൂ. കുളി കഴിയുമ്പോൾ എന്നാലും അങ്ങോട്ട് സഹിക്കും. ഇത്തിരി പൊട്ടമണായാലും കുഴപ്പമില്ല. അന്ന് അതൊക്കെയുള്ളൂ. ക്രീമും തേങ്ങയും വാങ്ങിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതൊക്കെ. അപ്പോൾ പാൽപ്പാട തയ്ച്ചിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറയണം ഞാൻ. ഒക്കെ നല്ലതാട്ടാ. നല്ല പരിപാടിയാണ്. നമ്മുടെ കിട്ടിയിട്ടതൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് ഇട്ടത്. അപ്പോൾ ഇന്ന് അടിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ക്രീം പെയിൻ്റാണ് അടിക്കുന്നത് കേട്ടാ. രണ്ട് കോട്ട അടിക്കണം. ഒരു കോട്ട അടിച്ച് ഉണങ്ങിയിട്ട് വേണം അടുത്തത് അടിക്കാൻ. അപ്പം എനിക്ക് മുകളിലേക്ക് എത്താണ്ടായപ്പോൾ എന്താ ഈ അച്ഛനായിട്ട് അടിക്കുന്നേ മുകളിലത്തെ സൈഡ്. അപ്പം ആദ്യത്തെ കോട്ടടിച്ച് കഴിഞ്ഞു അല്ലേ ചേട്ടാ? ഇനി വലിയനല്ലേ കാലത്തടിച്ചിട്ട് പോയതാണേ. ഇനിയിപ്പോൾ പണി കഴിഞ്ഞ് വന്നിട്ട് 2ാം വട്ടം ഒരു കോട്ടും കൂടി അടിക്കുക. ഉണങ്ങിയില്ലേ ചേട്ടാ? ഉണങ്ങി. ഇനിയിപ്പോൾ 2ാമതും കൂടി അടിച്ച് ഇത്തിരി കൂടി ഫിനിഷിങ് ആവില്ലേ? അത് നന്നായി ഇളക്കിയാ പെയിൻറ്റ്. കളറൊന്നും കിട്ടാൻ പോകില്ല. കളർ തന്നെ ഉണ്ടാവുള്ളൂ. അതാണ് അതിൻ്റെ കളർ. നിങ്ങളുടെ ഒരു ഭംഗി കിട്ടുന്നു മാത്രം. ആ പഴുതുകളൊക്കെ ഒന്നും കൂടി അടയും. ഇതൊക്കെ ഇനി പാതിലും ലോക്കടിയാൻ കഴിഞ്ഞ ചേട്ടാ. സെക്കൻഡ് കോട്ട് അങ്ങനെ അടിച്ചതേ. അമ്മമാരിൽ ഇങ്ങനെയാക്കി എടുത്തൂല. ഇനി ഉണങ്ങട്ടെ അല്ലേ? ഉണങ്ങിയിട്ട് ബാക്കിയുള്ള തിന്നോളൊക്കെ ഞാൻ വീണ്ടും കഴുകിയെടുത്തു. നല്ല കുട്ടപ്പനാക്കി എടുത്തു. കഴുകി ഉണക്കി. അപ്പം അതിന് നമുക്ക് പയറിട്ട് വയ്ക്കാം. ഈ ഓണം, പിന്നെ വിഷു, പിന്നെ പണ്ടുള്ളവരൊന്നും വല്ല കാലത്തൊക്കെ മാറുള്ളേ ഈ ഇതൊക്കെ തിന്നുകളൊക്കെ. അപ്പോൾ പൂരം, വരാക്കരപ്പൂരം, അതാണ് ഓണം. വിഷു ഒന്നും ഉപേക്ഷിച്ചാലും വരാക്കരപ്പൂരം ഉപേക്ഷിക്കാൻ പറ്റില്ല. നിറയെ വിരുന്നുകാരുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി പുതിയതൊക്കെ മേടിക്കാൻ പറ്റുന്നവർ മേടിക്കും. അല്ലാത്തവർ ഇതേപോലെ കഴുകി ഉണക്കി. എപ്പോഴെപ്പോഴും മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതിൽ പരിപ്പിട്ട് വെച്ചു. ശരിക്കും പറയണെങ്കിൽ ടിന്നോളൂ നമുക്ക് തികയില്ല. എല്ലാ സാധനങ്ങളും ഇട്ടപ്പോഴേ. പിന്നെ ഇതിൽ മുതല ഉണ്ണിമോൾക്ക് സ്കൂളിൽ പോണേ. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ എന്നും ഈ പച്ചക്കറി മാത്രം വയ്ക്കുമ്പോൾ അവൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ. അപ്പം ഞാൻ ഇതൊക്കെ വാങ്ങിച്ചതാ. ഇടയ്ക്കൊക്കെ ഒന്ന് മാറി വയ്ക്കാലോ. പഞ്ചസാര ഇടാൻ ഇവിടെ ഉഴുന്നും പരിപ്പിട്ട് വയ്ക്കാം. കടലിട്ട് വയ്ക്കാനേ പാത്രം തികയില്ല നമുക്ക് ശരിക്കും പറയണം വിചാരിച്ചാൽ. അപ്പം കടല നമുക്ക് ഈ പയറിൻ്റെ കൂടെ പാക്കറ്റായിട്ട് അവിടെ ഇരിക്കും. നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് വയ്ക്കില്ല നമുക്ക്. മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് വയ്ക്കാൻ എന്തായാലും ഈ പാത്രം വേണം നമുക്ക്. അല്ല മല്ലിപ്പൊടി മുളക് പൊടി നമുക്ക് പൊടിപ്പിച്ചിട്ട് വേണം. മഞ്ഞപ്പൊടിയുടെ പഴയ പാത്രം തന്നെയാണ് കേട്ടോ. ഞാൻ കഴുകി ക്ലീനാക്കി എടുത്തതാണ്. മഞ്ഞപ്പൊടി ഒറിജിനൽ മഞ്ഞൾ നമ്മൾ ഉണക്കി പൊടിച്ചതാട്ടത്. ഇവിടെ മിക്ക സാധനങ്ങളും മായില്ലാത്തത് തന്നെയാണ്.
മസാലകൾ, പിന്നെ കൊണ്ടാട്ടങ്ങൾ, പിന്നെ എല്ലാം, പിന്നെ കുരുമുളക് പൊടി ഒക്കെ. അപ്പോൾ അതൊക്കെ ആയി. അപ്പോൾ എല്ലാം ഇട്ട് വെച്ചില്ലേ, ഈ മുളക് പൊടിയും കൂടി ഇട്ട് വെച്ചാൽ മതി. മുളക് പൊടി ഇട്ട് വെക്കാനായിട്ട് അതിന് പൊടിപ്പിച്ചിട്ടില്ല. അപ്പോൾ പൊടിപ്പിക്കണ വരെ നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഉള്ളി ഇട്ട് വെക്കുന്നുണ്ട്. ഉള്ളിയും കൊട്ടയൊക്കെ ഞാൻ പഴയ തന്നെ കേട്ടോ, അതൊക്കെ ഞാൻ കഴുകി ക്ലീനാക്കി. അതൊക്കെ അതന്നെ മതി, ഒരു കേട് വന്നിട്ടില്ലേ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഒരുമിച്ചാ. ഇത് ചൈന പൂണ്ടാ, പക്ഷേ ഇതിങ്ങനെ അടത്തിയിട്ടില്ല എന്ന് വിചാരിച്ചാൽ കേടാവും. അടത്തിയിട്ട് കഴിഞ്ഞാൽ കേടാവാണ്ടിരിക്കും. ഞാൻ അടർന്നത് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഉണ്ടാ, അച്ചാറിലേക്കൊക്കെ എടുക്കാൻ. പക്ഷെ നമ്മുടെ നാടൻ്റെ അത്ര ഗുണമൊന്നും ഇല്ല അതിന്. പക്ഷെ ഒരു കാര്യം, നന്നാക്കാൻ അടിപൊളിയാ, പെട്ടെന്നാണ് കഴിയും. ഞാൻ കുറച്ചീശ കൊണ്ടുവരുള്ളൂ, ചിലപ്പോൾ ഒരു സാധനം വീട്ടിലുണ്ടാവില്ല. ഒക്കെ ഉണ്ണിമോചേണ്ട കടയിൽ നിന്ന് പോയി മേടിച്ചിട്ട് വേണ്ടി വരും എനിക്ക് ഷൂട്ട് ചെയ്യാനൊക്കെ. മറന്നിട്ടേ ഒരുവിധമല്ലാതെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കടയിലൊക്കെ പോയി വന്നിട്ടാണ് കേട്ടോ അത് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ പെയിന്റ് ഉണങ്ങാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒറ്റ ട്രിപ്പാല് ചെയ്ത് കഴിക്കാം. അപ്പോൾ കാലത്ത് അടിച്ചിട്ട് പോവും, വൈകുന്നേരം വന്ന് വീണ്ടും അടിച്ചു വരും അച്ഛൻ. അങ്ങനെയൊക്കെയാണ്. അച്ഛൻ അടിച്ചില്ലെങ്കിൽ ഞാൻ അടിക്കും. അത് ഇത്തിരി സ്ഥലമല്ല. പെയിന്റ് അടിക്കാൻ ഞാനും എൻ്റെ മക്കളൊക്കെ നല്ല മിടുക്കത്തികളാണ് ഞങ്ങൾ. അതിനൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് എടുത്ത് വെക്കാൻ വേണ്ടു, പക്ഷെ അതൊന്നും പറ്റില്ല. നാളെ ചെയ്യാൻ പറ്റുള്ളൂ, ഉണങ്ങണ്ടേ. അപ്പോൾ നാളെ അത് ചെയ്യും ഞാൻ. അപ്പോൾ ഇവിടെ അടുക്കളയൊക്കെ ആകെ വലിച്ച് വരിട്ടിരിക്കുക, ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇറക്കി വെച്ചിട്ട് നാളെ വേണം ക്ലീനാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അലമാരിയിലെ പണി മുഴുവനും കഴിഞ്ഞു. ആ കൂറ പിടിച്ച അലമാരി ഇങ്ങനെയാക്കി എടുത്തു അച്ഛനും ഞാനും കൂടി. അപ്പോൾ എനിക്ക് നമുക്ക് ഇതൊക്കെ സെറ്റ് ചെയ്യാം. ഇവിടെ ഒതുക്കി ഒതുക്കി ഇങ്ങനെ ഇങ്ങടെ വെക്കാം നമുക്ക്. ഈ ഒരു കുഞ്ഞലമാര ഞാൻ അച്ഛനും കൂടി 3 ദിവസം പിടിച്ചു അല്ലേ ഏട്ടാ നമ്മള് ശരിയാക്കി എടുക്കാൻ. പെയിന്റ് അടിക്കുന്ന കാരണം കേട്ടാ. അതല്ല, പിന്നെ അടിച്ചു, പിന്നെ പുട്ടിയിട്ടു, പിന്നെ സിമെന്റ് വെച്ചു, അങ്ങനെ അങ്ങനെ കൊറേ ചെയ്തു. ആകെ താറുമാറായിട്ടല്ല, കുഞ്ഞ സ്ഥല പണി കുറച്ച് വേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ ചെയ്തു. ഒരു വൃത്തിയായിപ്പോ ഒരു സന്തോഷം മനസ്സിന്. അപ്പൊ വീട്ടിലങ്ങനെ വല്ല വൃത്തികേടുള്ള സ്ഥലമൊക്കെ അലമാരകൾ ഇപ്പൊ കുറെ കൊല്ലെത്തിയ വീടുകളൊക്കെ ആണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അലമാരകളൊക്കെ ഒത്തിരി മോശമായിട്ടുണ്ടാവും. പെയിന്റൊക്കെ അടിച്ച് ഇങ്ങനെ കുട്ടപ്പനാക്കി വെക്കാട്ടോ നമുക്ക്. അപ്പൊ എല്ലാവരും ഇത് പോയി കണ്ട് ചെയ്തു. ഒരു കുറച്ചാൾക്കാരെങ്കിലും ചെയ്തു, ഞാനും ചെയ്തു അമ്മ എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വേറൊരു വിശേഷവുമായി വരുന്നത് വരേക്കും ടാറ്റാ ബൈ.